ഇതാണ്. കണ്ടോ, അവൻ കളിച്ചിട്ടില്ലാത്ത അവന്റെ കളിപ്പാട്ടങ്ങൾ. പോലീസുകാർ മുറിച്ചെടുത്തതിന്റെ ബാക്കി. അവളുടെ മന്ത്രകോടി. ആ മുറി അതുപോലെ ഞാൻ സൂക്ഷിക്കാം. കിട്ടു, അത് മുറിയല്ല, ഒരു കൂട. എന്റെ ഓമനകൾ പറന്നു പോയ കൂട്. പറന്നുപോയവർ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. പകരം വന്നത് നീയാണ്. അതേ ഒരു നവംബർ 18. നീ ആരാടാ കിട്ടു? എന്റെ രാഹുലിന്റെ പുനർജന്മമാണ് നീയെങ്കിൽ മോനെ, പ്ലീസ് ഈ അച്ഛനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് ഒരു നിമിഷം പോലും, പ്ലീസ്. ഇനി ഞാൻ കുടിക്കില്ല. എനിക്കറിയാം
എന്റെ രാഹുലിനെ താലോലിക്കാൻ കഴിയാതെ പോയ ഈ കൈകളിലാണ് നിന്റെ ജീവൻ തൂങ്ങുന്നതെന്ന് വിട്ടുകൊടുക്കില്ലതാണ് എന്നെ ഞാൻ ആർക്കും. നിന്റെ സ്വന്തം അച്ഛനോ അമ്മയും വന്നാൽ പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഫാദർ ജോസഫ് സെബാസ്റ്റ്യനെ ഒന്ന് കാണണം. അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ, അനങ്ങരുതെന്ന് സംസാരിക്കരുതെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അറിയാം, ഞാൻ 5-6 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. അച്ഛൻ കത്തയച്ചിട്ടാ ഞാൻ വന്നത്. എന്റെ പേര് ചന്ദ്രശേഖര മേനോന്നാ. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അകത്തേക്കിരിക്കും. ആ, മേനോനാണല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് വന്നല്ലോ. സാരമില്ല, കുറെയൊക്കെ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിലേ എന്റെ അസുഖം കൂടുകയുള്ളൂ. അത് ഈ ഡോക്ടർമാർക്ക് അറിയില്ല. ഇരിക്കും. ആ, നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ ഓർഫനേജിൽ വളർന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈക്കിളിനെ ആയിരുന്നു. അവർക്കൊരു കുട്ടിയുണ്ടായി, ബെന്നി. 2 വർഷം കഴിഞ്ഞാണ് അറിയുന്നത് ആ കുട്ടി സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കില്ല. മൈക്കിളിനെയും ആനിയും, ക്ഷമിക്കണം, നിങ്ങളുടെ മകളെ ഇവിടെ എല്ലാരും ആനി എന്നാ വിളിക്കുന്നേ. അറിയാം. അല്പകാലം മുമ്പ് ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് കുറെ പണം ഉണ്ടാക്കാൻ ഒരു കോൺട്രാക്ട് പണി ഏറ്റെടുത്ത് മൈക്കിൾ ബീഹാറിലേക്ക് പോയി. ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവിടെ വെച്ച് അവൻ മരിച്ചു. പിന്നെ ആനിയുടെയും ബെന്നിയുടെയും നിലയാണ് കഷ്ടത്തിലായത്. അസുഖം പിടിച്ച കുഞ്ഞ്, ജോലിയൊന്നുമില്ലാത്ത ആനി, ഞാനാണെങ്കിൽ ഇങ്ങനെ അവശതയിൽ. കാല് പിടിച്ചാണെങ്കിലും അവരെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് എന്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി. എന്താ, അവരോട് ഇപ്പോഴും ആ പഴയ വൈരാഗ്യമുണ്ടോ? ഒരു വൈരാഗ്യവും ഇല്ല. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അവളൊരു വിധവയാണെന്നുള്ള വിവരം അറിഞ്ഞത് അച്ഛന്റെ കത്ത് കിട്ടിയ ശേഷം ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാ. അപ്പൊ തന്നെ ഓടി വന്നു. എന്റെ സതിയോട് മാപ്പ് പറയാനും അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാനായി. വന്ന് അന്ന് മുതൽ അന്വേഷിക്കുന്നു. അവളും കുഞ്ഞും എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരവും ഇല്ല. അവരെവിടെ പോവാൻ? എന്നോട് പറയാതെ എങ്ങും പോവില്ലല്ലോ. അവളും കുഞ്ഞും നാട്ടിലില്ലെന്നുള്ളതാണച്ചോ സത്യം. സിസ്റ്റർ ബിയാട്രീസിന്റെ അടുക്ക് പോയി കാണും. സിസ്റ്റർ നാനി എന്ന് വെച്ചാൽ വലിയ കാര്യമാണേ. ഞാൻ ഇങ്ങനെ അസുഖമായി കിടക്കുന്നോണ്ട് വല്ല പണത്തിനോ മറ്റോ ആവശ്യം വന്നപ്പോ സിസ്റ്ററിനെ കാണാൻ പോയിട്ടുണ്ടാവും. എവിടെയാണത്? തൃശ്ശൂരിൽ സെയിന്റ് റോസ് മഠം. ആനി തീർച്ചയായും അവിടെ തന്നെ കാണും. ഞാൻ പോയി അന്വേഷിക്കാച്ചു. അവിടെ ഇല്ലെങ്കിൽ പോലീസിൽ അറിയിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അവിടെ ഇളയമോള് തനിച്ചേ ഉള്ളൂ. വരട്ടെ. ശരി. അച്ചോ, അവിടെ മകന് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? കാണണോ? വരൂ. ഇതാണ് ബെന്നി. എന്റെ മൈക്കിളും ഈ പ്രായത്തിൽ ഇതുപോലെ തന്നെ ആയിരുന്നു. Walk.
വാട്ട്? Run! Come. Smile. Smile. Kiss. Kiss. ഇതാണ് കിസ്. ഹലോ 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 ഹലോ. കിരൺ 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 ലാല അല്ല കിരൺ. ലാല എങ്കിൽ ലാല. ഹലോ ഇതവളാ നിന്റെ ഗേൾ ഫ്രണ്ട് നീത്ത. നിന്റെ ഒരു പണി പറ്റിക്കാൻ നോക്കട്ടെ. നിക്ക് പണി ഏറ്റോന്നറിയല്ലോ. ഇത് അവള് തന്നെയാ. കൊള്ളാം. എന്നാ പിന്നെ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ. ഈ ഫോൺ അതിനെ കളിക്കാനുള്ളതാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ ഈ നാട്ടിലെ ടെലിഫോണുകളെല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഈ ഫോണിന് ഫോൾട്ടൊന്നുമില്ല കേട്ടോ. വല്ലാത്ത കമ്പമാണല്ലോ അവക്ക് നിന്നോട്. ഇന്ന് ഞായറാഴ്ചയാ. കിട്ടു വരുന്നുണ്ടെങ്കിൽ പാർക്ക് വരെ പോകാമെന്ന് കരുതി. പ്ലീസ് കിട്ടുവിനോടൊന്ന് ചോദിക്കൂ. ആലോചിക്കട്ടെ. ഏതായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞേക്കും. കിട്ടു, അവള് വിടുന്ന ലക്ഷണമില്ലോടാ. നീ വിരലിൽ ഏതെങ്കിലും ഒന്നിനെ തൊട്ടെ. ഈ വിരലിൽ തൊട്ടാൽ അവള് പാവം, നമുക്ക് പാർക്കിൽ പോകണം. ഈ വിരലിൽ തൊട്ടാൽ അവള് പിഴ, നമുക്ക് ഈ ഫോണ് പോലും കട്ട് ചെയ്യണം. തൊട്ടെ. എടാ പരീക്കുട്ടി.